ആദ്യം തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരമാണ്. കാരണം തിരുവനന്തപുരത്തുള്ള മലയോര മേഖലയിലൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം തെങ്കാശി റോഡിൽ വെള്ളം കയറി. പാലോട് ഇളവട്ടത്ത് ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്ദുലേഖ രേണുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ദു, കനത്ത മഴയുണ്ടല്ലേ? പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലൊക്കെ തന്നെയും പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്, ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നു. എത്രത്തോളം രൂക്ഷമാണ് കാര്യങ്ങൾ? പൂജ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലവർഷത്തിന്റെ ഭാഗമായിട്ടുള്ള മഴ ഇങ്ങനെ അതിശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും അതിതീവ്രഭാവത്തിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ മലയോര മേഖലകളിൽ, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലൊക്കെ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തിയായ മഴ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കുറുപ്പുഴ, അതുപോലെ ഇളവട്ടം ജംഗ്ഷനുകളിലൊക്കെ അമിതമായ മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. അതുപോലെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇളവട്ടം ജംഗ്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സമീപത്തായിട്ടുള്ള തോട്ടിൽ നിന്നുമാണ് റോഡിലേക്ക് വെള്ളം കയറി ഒരു വലിയ വെള്ളക്കെട്ട് തന്നെ ഉണ്ടായത്. ചെറുവാഹനങ്ങൾക്കൊന്നും അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ മറ്റൊരു പാതയിലൂടെ വഴിതിരിച്ചു വിടുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തന്നെ രൂപപ്പെട്ടു. വലിയ വാഹനങ്ങൾക്ക്, ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ അതുവഴി കടന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. എങ്കിലും ഇതൊരു അപകടകരമായ രീതിയിലാണ്. കാരണം നമുക്ക് തോട് ഏതാണ്, റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നിലവിൽ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ചെറുതായി വെള്ളം ഇറങ്ങി തുടങ്ങിയ ഒരു നിലയിലാണ് നിലവിലുള്ളത്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വഞ്ചിയൂരൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശക്തമായി പെയ്യുന്നില്ല, പക്ഷേ ആകെ മൂടിക്കെട്ടി, സന്ധ്യയാകുന്നതിന് മുൻപേ ഇരുട്ട് വീണ് ഒന്ന് മൂടിക്കെട്ടി ചെറുതായിട്ട് മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. നന്നായി തന്നെ ഇടിമിന്നൽ ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. എല്ലാവരും റോഡിലൊക്കെയാണോ വെള്ളം കയറിയിരിക്കുന്നത്? പ്രദേശത്തെ വീടുകളിലോ മറ്റുമൊക്കെ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടോ? പൂജ, ജംഗ്ഷനുകളിലാണ് നിലവിൽ വലിയ രീതിയിലൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വീടുകൾക്കുള്ളിലേക്കൊന്നും അമിതമായി വെള്ളം കയറിയിട്ടില്ല. പക്ഷേ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇളവട്ടത്ത് വെള്ളം കയറിയത് തൊട്ടടുത്തുള്ള തോടിൽ നിന്ന് വെള്ളം കരകവിഞ്ഞൊഴുകി അങ്ങനെ ജംഗ്ഷനിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. കുറുപുഴയിലൊക്കെ തന്നെ ചെറിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇപ്പോൾ വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അമിതമായ മഴ പെയ്തിട്ടില്ല, ചെറിയ തൂളലുകളൊക്കെ പെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റിടങ്ങളിൽ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ട്. എല്ലാവരും തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം. അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യങ്ങളൊന്നുമില്ല എങ്കിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്നവർ കടലിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ കരുതി വേണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. ഈ യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഈ വിഷയത്തിലും ഇന്ദുലേഖയാണ് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറഞ്ഞത്.